അതെ, ഷെൽഫിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3-4 ദിവസമായി. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഷെൽഫിൽ തന്നെ ആയിപ്പോകും എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനിത് വെച്ച് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും അത്രയ്ക്ക് മെന വരില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തട്ടിക്കൂട്ടി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇവിടെ പാലും മുട്ടയ്ക്ക് സജീവമായി ഉള്ളത് കൊണ്ട് അവരൊക്കെ എടുത്ത് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മുടെ പഞ്ചസാര. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഞ്ചസാര കഴിക്കാൻ പോകുന്നത്. അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഈ മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് കറക്കിയെടുക്കുക. ഞാൻ 3 മുട്ടാണ് എടുത്തത്. പിന്നെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ. ഇത് 3 കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അമൃതപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അത്ര വലിയ കേക്കിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കും. വെറുതെ ഷെൽഫിൽ കിടക്കുന്നവരെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് 3 കൂടി അല്ല 4-5 ഉണ്ടല്ലേ, എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടോ ഷുഗർ ചേർത്ത് കൊടുക്കണം. കാരണം ഒരുപാട് ആവണ്ടെന്ന് കരുതിയിട്ട് എന്തായാലും അമൃതപ്പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. നമ്മൾ കുറച്ച് ഷുഗർ ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആക്കാം. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അമൃതപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇനിയും കൂടി കാണിച്ചെന്നേ. എല്ലാം കൂടി നല്ല അടിപൊളി ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാട്ടോ. നമുക്ക് എളുപ്പം ഇതാണല്ലോ, ഒരു കുക്കറിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണല്ലോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടിയ ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ എടുക്കാൻ പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് A4 ഷീറ്റ് ഉള്ളതുകൊണ്ട് ഞാനിത് അതിൻ്റെ അളവ് നോക്കുന്ന കേട്ടോ. A4 ഷീറ്റ് വെച്ചിട്ട് ഒരു പാകത്തിനനുസരിച്ച് മുറിച്ചെടുത്ത് ഇങ്ങനെ അളവെടുത്തിട്ട് പിന്നെ അതിലേക്ക് നെയ്യ് തടവി കൊടുത്ത്, നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ബട്ടർ പേപ്പർ ഇല്ല എന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട, നമുക്കങ്ങ് സെറ്റാക്കാന്നേ. അങ്ങനെ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ സെറ്റായി വരും. അതിൻ്റെ അടുക്കണ്ടോ ഓയിലൊരു ഉറുമ്പിനെ കയറിയിട്ടുണ്ട്. അത് എങ്ങനെ അടിച്ചു വെച്ചാൽ ഉണ്ടാവുന്ന. അപ്പോൾ അതിനൊക്കെ എടുത്ത് കളഞ്ഞ് സെറ്റാക്കി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് കത്തിക്കുക, കുക്കർ അങ്ങ് വെക്കുക, നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത്രയേ ഉള്ളൂ പണി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ, ആ നെയ്യൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് ജസ്റ്റ് ഞാനൊന്ന് കുക്കർ ചൂടാക്കുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്ത കുക്കർ കുറച്ച് വലുതായിപ്പോയി. പിന്നെ ആലോചിച്ച് ഇത്ര ബാറ്ററേ ഉള്ളൂ, ചെറിയ കുക്കർ എടുത്താൽ മതി. ഞാൻ എല്ലാത്തിലേറ്റും വലിയ കുക്കർ എടുത്തിട്ട് തന്നെ ആയിപ്പോയി ഉണ്ടാക്കിയത്. ഇനി തീ കൂട്ടി വെക്കണ്ട, തീ കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്കതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. വിസിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. വിസിൽ വരാതെ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ച് കിട്ടിയാൽ മതി. അപ്പം ക്യാമറ പിടിച്ച് കുക്കർ മൂടൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. സോ ഞാനൊന്ന് കുക്കർ മൂടട്ടോ. കുറച്ച് പഴക്കമുള്ള കുക്കറാണെങ്കിൽ ഇതിലും കഷ്ടമാണ് മൂടാൻ. അതിൻ്റെ മൂടി ഉള്ളോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇടങ്ങാറല്ലേ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് നോക്കാം. എന്തായിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കേക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. വിസിലില്ലാത്തതുകൊണ്ട് വിസിൽ തന്നെ മാറിപ്പോകേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇതാ തീയൊക്കെ ഓഫ് ചെയ്ത് ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലീക്കായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നീരാവി പുറത്ത് പോയതായിരിക്കും. ഇതാണിപ്പോൾ നമ്മുടെ കുക്കർ. ഞാൻ പറഞ്ഞില്ലേ ബാറ്റർ കുറവും കുക്കർ വലുതും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാലും എന്താ സാധനം സെറ്റാണ്. ഇപ്പം അതുള്ളത് ഒരു ചൂയി ടെക്സ്ചറാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്കാവട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഒരു ചൂയി ആയിട്ടുള്ള 5 മിനിറ്റും കൂടി കുക്കാവട്ടെ. ഒരു 5 മിനിറ്റ് നേരം കൂടി ഞാൻ കുക്ക് ചെയ്തു. പക്ഷെ സാധനം അങ്ങനെ തന്നെ ഉള്ളത്, വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചൂയി ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട് കേക്ക്. വെറുതെ എടുക്കുന്ന അമൃതപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.